പിന്നെ ഒരു കാര്യം കൂടിയല്ലോ, സ്വകാര്യ ബസ്സുകൾ. നമുക്കറിയാം, സ്വകാര്യ ബസ് മേഖല ഇതിനു മുമ്പ് പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അവർ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. വലിയ പ്രതിസന്ധി. അതിപ്പോ KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ടൊന്നല്ല, അതിനു മുമ്പ് തന്നെ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും അത് തകർന്നു. 32,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നിടത്ത് 10,000-ൽ താഴെയായി പ്രൈവറ്റ് ബസ്. ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയം പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ആയിട്ടല്ല അവരെ കാണുന്നത്. ട്രാൻസ്പോർട്ട് ബസ് ഓടാത്ത സ്ഥലത്തുകൂടി അവരാളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകാരെ കാണുന്നത്. അവര് തകർന്നു പോകാതിരിക്കാൻ അവരെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്യും. അതിന്റെ സഹായത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കൊടുക്കാത്ത തരത്തിൽ 50% ടാക്സ് റിഡക്ഷൻ കൊടുത്തത്. 50%. എന്താണ്? ഒരു ഇൻഡസ്ട്രി തകർന്നു പോകരുതെന്ന് കരുതിയാണ്. ഒരു ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമായി പോകരുത്. ഒരു ഇൻഡസ്ട്രി ഇല്ലേ, അത് പോയാൽ ഒരുപാട് പേർക്ക് റിക്കവറി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. KSRTC കേരളത്തിലെ എല്ലായിടത്തും സർവീസ് നടത്തുന്നില്ല. KSRTC സർവീസ് നടത്താത്ത സ്ഥലത്തുകൂടി സർവീസ് നടത്തേണ്ടത് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടാണ്. അതൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് ഗവൺമെന്റ് കാണുന്നത്. ആ ഇൻഡസ്ട്രിയെ ഇനിയും പറ്റാവുന്നത്രയും സഹായങ്ങൾ നൽകി ആ ഇൻഡസ്ട്രി തകർന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഡസ്ട്രിയും ഒരു ട്രേഡും ഒരു കോമേഴ്സും നടത്തുന്ന ആളുകളെ ഒന്നും ഈ ഗവൺമെന്റ് ശത്രുക്കളായി കാണുന്നില്ല. അവരുടെ മീതെ അമിതമായ നികുതി ഭാരം ഏൽപ്പിക്കുന്നില്ല. നമ്മുടെ നോട്ടം ടാക്സ് വെട്ടിപ്പുകാരുടെ മുഖത്തേക്ക് മാത്രമേ ഉള്ളൂ. അതിന്റെ കർശനമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. ഞാൻ ഈ ധനകാര്യ ബില്ലിനെ സംബന്ധിച്ച് അത് നമുക്ക് സംസാരിക്കാം. വിഷാരുടെ ഒരു MLA-മാരുടെ കാര്യം ഉന്നയിച്ചു. നമ്മളതിന്റെ കമ്മീഷൻ റിപ്പോർട്ടും മറ്റു കാര്യമുണ്ട്. അത് ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം തീർച്ചയായിട്ടും എടുക്കാം.